വിശ്വാസ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെക്കൻ ജാഥയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് ഞാനാണ്. അതോടൊപ്പം തന്നെ ആ ജാഥയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീ എം വിൻസെൻ്റ് അതിൻ്റെ വൈസ് ക്യാപ്റ്റനാണ്. അതുപോലെ ജാഥ മാനേജർ എന്നുള്ള നിലയിൽ അഡ്വക്കേറ്റ് പഴകുളം മധുവാണ്. KPCCയുടെ സെക്രട്ടറിയാണ് ഞങ്ങളോടൊപ്പം ഉള്ളത്. ഇത് ആരംഭം കുറിക്കുന്ന 14-ാം തീയതിയാണ്. 14-ാം തീയതി ആരംഭിക്കുന്ന ഗാന്ധി പാർക്കിൽ നിന്നും ആരംഭം കുറിക്കും. ബഹുമാനായ ശ്രീ രമേശ് ചെന്നിത്തലയാണ്, വർക്കിംഗ് കമ്മിറ്റി അംഗം ശ്രീ രമേശ് ചെന്നിത്തലയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അത് കൂടാതെ കേരളത്തിൻ്റെ ചുമതലയുള്ള ശ്രീമതി ദീപാദാസ് മുൻഷിയും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതാണ്. പിന്നെ ഉള്ളത് 14-ാം തീയതി വൈകിട്ട് 5 മണിക്ക് ഗാന്ധി പാർക്കിൽ നിന്ന് 4 മണിക്ക് ഗാന്ധി പാർക്കിൽ ഇതിൻ്റെ സമ്മേളനം ആരംഭിച്ച് നടക്കുന്നതാണ്. 15-ാം തീയതി രാവിലെ കാട്ടാക്കടയിലും പിന്നീട് 2 മണിക്ക് ചിറയൻകീഴും 5 മണിക്ക് കൊല്ലത്തുമാണ് പരിപാടികൾ വെച്ചിട്ടുള്ളത്. 16-ാം തീയതി രാവിലെ 10 മണിക്ക് ശാസ്താംകോട്ടയും 11:30 മണിക്ക് കൊട്ടാരക്കരയും 2 മണിക്ക് പുനലൂരിൽ അഞ്ചലുമും അതുപോലെ 5 മണിക്ക് കോന്നിയിലുമാണ് വെച്ചിട്ടുള്ളത്. 17-ാം തീയതി രാവിലെ 10 മണിക്ക് റാന്നിയിലും 2 മണിക്ക് ആറന്മുള ഐക്യര ജംഗ്ഷനിലുമാണ് വെച്ചിട്ടുള്ളത്. 5 മണിക്ക് ചെങ്ങന്നൂരിൽ. ഈ 4 ജാഥയായിട്ടാണ് KPCC രൂപം കൊടുത്തിട്ടുള്ളത്. 4 ജാഥകളും ഇവിടെ ചെങ്ങന്നൂരിൽ എത്തി അവിടെ വെച്ച് സമാപനം നടക്കും. 18-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് കാരയ്ക്കാട് ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിന് സമീപത്തു നിന്നും പദയാത്രയായി UDFൻ്റെ നേതൃത്വത്തിൽ പന്തളത്തേക്കാണ് പോകുന്നത്. പന്തളത്ത് അതിൻ്റെ സമാപനം കുറിച്ചുകൊണ്ടുള്ള യോഗം നടക്കുന്നതാണ്.